Audio Jungle. നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഞാൻ വരുന്നു. ഐശ്വര്യ റായ് ബച്ചനും പ്രഭുസറിനുമൊപ്പം നവംബർ 30-ന് 5 കല്യാൺ ജ്വല്ലേഴ്സ് ഷോറൂമുകൾ തുറക്കുവാനായി. കല്യാൺ ജ്വല്ലേഴ്സ്, ഒരു നാൾ 5 ഷോറൂമുകൾ. CPM-ന് തൊടുപുഴയിൽ സ്വന്തം ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ദിരമായി. കൃഷ്ണപിള്ള സ്മരണയിൽ തൊടുപുഴ ചെങ്കടലായി. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് നടക്കുന്ന ഏത് അഴിമതി എടുത്താലും അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീൻ നയിക്കുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചാനയിച്ചത്. CPI ഇടുക്കി ജില്ലാ സമ്മേളനം സ്വാഗത സംഘം രൂപീകരണ യോഗം തൊടുപുഴയിൽ നടന്നു. പാർട്ടി ദേശീയ കൌൺസിൽ അംഗം CA കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജനപക്ഷയാത്ര പച്ചക്കറി യാത്രയാണെന്ന മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പേരെടുത്ത് പറയാതെ മറുപടി നൽകി KPCC പ്രസിഡന്റ് VM സുധീരൻ. ഞാൻ വരുന്നു. ഐശ്വര്യ റായ് ബച്ചനും പ്രഭുസറിനുമൊപ്പം നവംബർ 30-ന് 5 കല്യാൺ ജ്വല്ലേഴ്സ് ഷോറൂമുകൾ തുറക്കുവാനായി. കല്യാൺ ജ്വല്ലേഴ്സ്, ഒരു നാൾ 5 ഷോറൂമുകൾ. വാർത്തകൾ വിശദമായി. കൃഷ്ണപിള്ള സ്മരണയിൽ തൊടുപുഴ ചെങ്കടലായി. CPM നേതൃത്വത്തിൽ നടത്തിയ കൃഷ്ണപിള്ള ദിനാചരണത്തിന് തൊടുപുഴയിൽ ആവേശകരമായ സമാപനം. 6 പതിറ്റാണ്ട് പിന്നിട്ട ധീരസ്മരണകൾ തലമുറകൾക്കിടാതെ സൂക്ഷിക്കുന്നുവെന്ന് വിളിച്ചോതി നഗരത്തെ ചുവപ്പണിയിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ KS കൃഷ്ണപിള്ള ദിനാചരണത്തിന് ആവേശകരമായ സമാപനം. ഇടതോരാതെ പെയ്ത മഴയെ അവഗണിച്ചെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകർ അനശ്വര രക്തസാക്ഷി കൃഷ്ണപിള്ള ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് ഏറ്റുവിളിച്ചു. തടവറകൾക്കും കൊടിയ പീഡനങ്ങൾക്കും തകർക്കാനും തോൽപ്പിക്കാനും കഴിയുന്നതല്ല വിപ്ലവകാരിയുടെ ഓർമ്മകളെന്ന് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. ചുവടുതെറ്റാതെ അണിനിരുന്ന ചുവപ്പ് സേനയുടെ അകമ്പടിയോടെ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് പ്രകടനം ആരംഭിച്ചത്. ഏരിയയ്ക്കുള്ളിലെ 15 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി എത്തിയ പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പ്രകടനം. ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി പ്ലോട്ടുകളും പ്രകടനത്തിൽ അണിനിരന്നു. സംസ്ഥാനത്ത് നടക്കുന്ന ഏത് അഴിമതിയെടുത്താലും അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. തൊടുപുഴയിൽ KS കൃഷ്ണപിള്ള അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥ പ്രമാണിമാര്, പിന്നെ നാട്ടിലുള്ള അഴിമതി വീരന്മാരെല്ലാം കൂടിയുള്ള ഒരു അഴിമതി കോക്കസ് വളർത്തിയെടുത്തിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം യാതൊന്നും ആലോചിക്കാൻ തയ്യാറായില്ല. ഇത് തങ്ങളുടെ അവസാന ഊഴമാണെന്നൊക്കെ മനസ്സിലാക്കി കിട്ടാവുന്ന അവസരമെല്ലാം ഉപയോഗിച്ച് ആകാവുന്നത്ര തട്ടിയെടുത്തു കളയാം എന്ന ഒരു സമീപനം പൊതുവെ ഭരണത്തിലിരിക്കുന്നവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ളത്. 1964-ലാണ് CPIM
7ാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത് കൽക്കത്തയിൽ. അവിടെ വെച്ചാണ് പാർട്ടിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി അംഗീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്ന വിപ്ലവ തന്ത്രമാണ്. ആ പരിപാടിയിൽ അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുകൂടി ഈ 50 വർഷമായിരുന്നു മാറ്റം വരുത്തേണ്ടതായി. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MM മണി, ഏരിയ സെക്രട്ടറി VV മത്തായി, KK ജയചന്ദ്രൻ MLA, PN വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CPM കരിമണ്ണൂർ ഏരിയ സമ്മേളന സമാപന റാലിയും KS കൃഷ്ണപിള്ള രക്തസാക്ഷി ദിനാചരണവും ഉടുമ്പന്നൂരിൽ നടന്നു. സമ്മേളനം മുൻ മന്ത്രി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. റബ്ബറും കാപ്പിയും ഏർപ്പും കുറുമ്പും തുടങ്ങി കർഷക വിളകളുടെ എല്ലാ പ്രസിദ്ധ സുന്ദരമായ സഹിച്ചുകൊണ്ടും വിദ്യാഭ്യാസ നേതാക്കളെ തിരഞ്ഞെടുക്കാൻ അതിലെ മെമ്പർമാർക്ക് അവസരം കൊടുക്കാറില്ല. എല്ലാവരെയും നിയമിക്കുക ചെയ്യുക. VM സുധീരനെ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാക്കിയതാകാം. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്? ഹൈക്കമാൻഡ് നിയമിച്ചു എന്നാണ് പറയുന്നത്. ഒരു കാലത്ത് കോൺഗ്രസ് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയായിരുന്നു. മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുള്ള കാലത്ത് കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായത്. അങ്ങനെ ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ടായിരുന്നു. ഗാന്ധിജി പറഞ്ഞു എന്റെ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഞാൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണ്. സമ്മേളനം ഏരിയ സെക്രട്ടറി N സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KR ഗോപാലൻ, PS രാജൻ, A രാധാകൃഷ്ണൻ, KM സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴയിൽ നിർമ്മിച്ച KS കൃഷ്ണപിള്ള സ്മാരക മന്ദിരം CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 4 നൂറ്റാണ്ടിലേറെയായി തൊടുപുഴയിലെ പാർട്ടി പ്രവർത്തകരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഏരിയ കമ്മിറ്റി ഓഫീസ്. 3 നിലകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഓഫീസിലുള്ള TA നസീർ സ്മാരക ഓഡിറ്റോറിയം ജില്ലാ സെക്രട്ടറി MM മണിയും M ജിനദേവൻ സ്മാരക ലൈബ്രറി സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരിയും ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പേ പാർട്ടി ഓഫീസ് നിർമ്മിക്കാനായി സ്ഥലം വാങ്ങാൻ കഴിഞ്ഞെങ്കിലും ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിനുള്ളിലാണ് CPM ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഏരിയ സമ്മേളനത്തിന് തൊട്ടുമുൻപ് വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കാനായത് ഏരിയ സെക്രട്ടറി VV മത്തായി ഉൾപ്പെടെയുള്ളവരുടെ ശ്രമഫലമായാണ്. കൃഷ്ണപിള്ള ദിനാചരണത്തിന്റെ ഭാഗമായി CPIM മൂലമറ്റം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അറക്കുളം അശോക കവലിൽ നിന്നും മൂലമറ്റത്തേക്ക് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം നടന്നു. അറക്കുളം, കുടയത്തൂർ, മുട്ടം, വെള്ളിയാമറ്റം പഞ്ചായത്തുകളിലെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുത്തു. CPIM
സഖാവ് KS കൃഷ്ണപിള്ളയുടെ 65ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPIM മൂലമറ്റം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മൂലമറ്റം ടൗണിൽ പൊതുസമ്മേളനം നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി PD സുമോൻ അധ്യക്ഷത വഹിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനോപകാരപ്രദമായ നടപടികളില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾക്ക് ഒരു ഭാഗവുമില്ല. ഇതാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുണ്ട്. അതേസമയം തങ്ങളുടെ ഒരു അവസാന ഊഴമാണെന്ന് കണക്കാക്കിയിരുന്ന മട്ടിൽ കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാൻ ഇവരെ മെനക്കെടുന്നതായിട്ടാണ് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ കേരളത്തിലെ ഏത് അഴിമതി നടന്നാൽ ആ കാര്യം പരിശോധിച്ച് വരുമ്പോൾ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വേണ്ടുകൊണ്ടി ആരോപണം നടത്തിയ സാധാരണക്കാരെ അദ്ദേഹത്തിന് ആ കസേരയിൽ നീക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ എല്ലാ കോടതികളും മുഖ്യമന്ത്രിക്കെതിരെ മുൻ MP A വിജയരാഘവൻ, MM മണി, KV സണ്ണി, KL ജോസഫ്, CV വർഗീസ്, VM മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനാനന്തരം കലാപരിപാടികൾ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ നയിക്കുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. വെങ്ങലൂരിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ തൊടുപുഴയിലേക്ക് സ്വീകരിച്ചത്. തൊടുപുഴ ആദം സ്റ്റാറിൽ ജാഥ എത്തിയപ്പോൾ വാദ്യമേളങ്ങളോടുകൂടെ സംസ്ഥാന പ്രസിഡന്റിനെ തുറന്ന വാഹനത്തിൽ മുനിസിപ്പൽ മൈതാനിയിലേക്ക് ആനയിച്ചു. നൂറുകണക്കിന് വ്യാപാരികൾ പങ്കെടുത്ത 2 വീലർ റാലിയും നടന്നു. വൈസ് പ്രസിഡന്റുമാരായ മാരിൽ കൃഷ്ണൻ നായർ, PMA ഇബ്രാഹിം, ദേവസ്യ മേച്ചേരിൽ, TD ജോസഫ്, VA ജമാൽ മുഹമ്മദ്, ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര, ജോസ് വഴുതനപ്പള്ളി തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. हाँ